ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. കൃഷിക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു സ്പ്രേയർ, പക്ഷേ അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം വേറെ വാങ്ങിയതാണ്. ഇത് കിസാൻ ക്രാഫ്റ്റിൻ്റെ മാനുവൽ സ്പ്രേയർ ആണ്. ഇതിൻ്റെ വില വരുന്നത് 750 രൂപയാണ്. ഇത് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യാനും അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് അങ്ങനെയുള്ള ജൈവ കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണിത്. ഇപ്പോൾ നമുക്ക് ഫിഷ് അമിനോ ആസിഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചെടികളിൽ ഉപയോഗിക്കാനാണെങ്കിൽ അതിന് നമുക്ക് ഈ ഒരു സ്പ്രേയർ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് എപ്പോഴും നമുക്ക് മിക്സ് ചെയ്യാനായിട്ടൊന്നും നിൽക്കേണ്ട. ഇതിപ്പോൾ ഒരു 5 ലിറ്റർ കൊള്ളുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പ്രേയർ തീർച്ചയായിട്ടും കൃഷി ചെയ്യുന്നവരുടെ വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വല്ല വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അത് മാറ്റിയിടാനുള്ള സംഭവം തന്നെ ഉണ്ട്. കാര്യം ഇതിന് കംപ്ലൈൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഞങ്ങളുടെ മറ്റേതിന് 10 വർഷമായിട്ടും ഇത് മാറ്റിയിടുകയൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് അടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡാണ്. കാരണം നമ്മളുടെ മത്തനും മറ്റേ വെള്ളരി ചരക്ക ഒക്കെ പൂവായിട്ടുണ്ട്. അപ്പോൾ അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. ഇത് ഫിഷ് അമിനോ ആസിഡാണ്. നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയതാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കണമെങ്കിൽ മുമ്പ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഒഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ 5 ലിറ്ററാണ്. അപ്പോൾ 5 മില്ലി വെച്ച് 25 മില്ലി ഒഴിക്കണം. അരിപ്പയിൽ വെച്ച് ഒഴിക്കണേ. കാരണം ഇതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളുടെ സ്പ്രേയറിൻ്റെ ഹോൾ അടഞ്ഞു പോകും. അപ്പോൾ ഒന്നങ്ങോട്ട് അരിച്ച് പോയി കഴിഞ്ഞാൽ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര വെള്ളമായി എന്നൊക്കെ അറിയാം. ഇതുമായി ഈ സൈഡിൽ കംപ്ലീറ്റ് ലിറ്ററൊക്കെ കാണിച്ചിട്ടുണ്ട്. എവിടെ സൈഡിൽ ലിറ്റർ ഉണ്ട്. നമുക്കിത് നോക്കിയിട്ട് എത്ര ലിറ്റർ വേണമെന്ന് വെച്ചാൽ അത് ഒഴിച്ചാൽ മതി. നമ്മളിപ്പോൾ ഇത് ഫുള്ള് എടുക്കുകയാണ്. നമുക്ക് അവിടെ കൂടുതൽ സ്ഥലം അടിക്കാനുണ്ട്. അപ്പോൾ നിറഞ്ഞു. ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പുതിയ സ്പ്രേയറാണ് കേട്ടോ. മത്തി പോലുള്ള മീനും അതുപോലെ തന്നെ ശർക്കരയും തുല്യ അളവിലെടുത്ത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിൽ അരിഞ്ഞതിന് ശേഷം ഇട്ട് വയ്ക്കുക. സൂര്യപ്രകാശം കിടക്കാതെ 40 ദിവസം സൂക്ഷിച്ച് വയ്ക്കുക. മത്തിയുടെയൊക്കെ വേസ്റ്റ് നമുക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എടുത്ത് അരിച്ച് നമുക്ക് ഉണങ്ങിയൊരു ബോട്ടിൽ സൂക്ഷിച്ച് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കേടുകൂടാതെ വർഷങ്ങളോളം ഇരിക്കുന്നൊരു വളമാണിത്. നൈട്രജൻ്റെ കലവറയായ ഈ ഒരു വളം ചെടികളിലുള്ള പ്രാണികളെയും അതുപോലെ കൊച്ചു കൊച്ചു കീടങ്ങളെയൊക്കെ തുരത്താൻ കൂടി സഹായിക്കും. നമ്മുടെ ബഡ്മാവാണത്. അപ്പോൾ ഇതിൻ്റെ തളിരിലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ സാധാരണ എല്ലാവരുടെയും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇലകളും അതുപോലെ ഈ തണ്ടും ഒക്കെ ഒരു സൈസ് വണ്ട് വന്നിട്ടാണ് ഇത് കളയുന്നത്. നമ്മൾ വൈകിട്ട് കുഴപ്പമുണ്ടാവില്ല, രാത്രി നേരം വിളിക്കുമ്പോഴേക്കും ഇതൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ഫിഷ് അമിനോ ആസിഡ് അത് അല്ലെങ്കിൽ ഏതെങ്കിലും ജൈവ കീടനാശിനി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരാഴ്ച നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പോവില്ല. നമ്മളൊന്നും ശ്രദ്ധിക്കാനില്ലേ ഇത് പോവും, ഉറപ്പായിട്ടും പോയിരിക്കും. അത് ചുരുക്കം തരാമോ അതിൻ്റെ ഇതുണ്ട അതാണ് ഞങ്ങൾ ഈ ഒരു രീതിയിൽ പോവും. ഇനി ഞങ്ങൾ വേറൊരു പ്ലാന്റ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ എലന്തപ്പഴം. നമ്മൾ ഏത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. ചെറിയ മുള്ളുണ്ട് എലന്തപ്പഴത്തിന്, എന്നാലും അത് ഭയങ്കര നല്ല എനിക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പം ഞാനത് ഇവിടെ കൊണ്ടുവന്ന് നട്ടിരിക്കുകയാണ്. അപ്പം അതിലൊരു കായുണ്ട് കേട്ടോ. ഞാൻ കായ് നോക്കട്ടെ. ഇത് കണ്ട, ഇത് നമ്മുടെ എലന്തപ്പഴത്തിനുണ്ടായ കായ. ഇത് പറിക്കാറായിട്ടുണ്ട് കേട്ടോ. അതിലെ കായ നമുക്ക് പറിച്ചാലോ. ഇതാണ് നമ്മുടെ എലന്തപ്പഴത്തിൽ ആദ്യമായിട്ടുണ്ടായ കായ. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും വലുതാവുമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആദ്യമായിട്ടുണ്ടായതുകൊണ്ടായിരിക്കും. മാങ്കോസ്റ്റിനും ഒക്കെ അടിച്ചു കൊടുക്കണം. നമ്മളെല്ലാ ചെടികൾക്കും അടിക്കുക.
ഇത് നമ്മുടെ അമ്പഴമാണ്. ഇത് കൊച്ചു പ്രായത്തിൽ നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ നിറച്ച് കായായിരുന്നു. അപ്പോൾ ഇത് കായ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെടി വളർന്നില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കായയുടെ നമ്മൾ പൊട്ടിച്ചെടുത്തു. 5-10 കായ കൂടുതലുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ആ കൊമ്പൊക്കെ ഒന്ന് ഉണങ്ങിയതുപോലെ ആയി അല്ലേ? അത് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും വളമിട്ട് കൊടുക്കി. പിന്നെ നമ്മള് പൂക്കൾ ഇപ്പൊ ഇതുമയൊക്കെ പൂവ് പൂവായിരുന്നു. അപ്പൊ എല്ലാത്തിലും പൂവൊക്കെ ഞാൻ അടർത്തി കളഞ്ഞു. അടർത്തി കളഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് നല്ല ഉഷാറില് ഇപ്പൊ നിറയെ ശിഖരങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ചെറുപ്രായത്തില് പൂക്കൾ വന്നാൽ നിർത്തരുത്. എനിക്ക് ഇതിന്റെ പൂക്കള് കായ ആയിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്രാവശ്യം എല്ലാം നല്ല ഭംഗിക്കുണ്ടായപ്പോ ശിവചേട്ടൻ സമ്മതിച്ചില്ല, പറഞ്ഞ് നന്നായിട്ട് കുറച്ചുകൂടി വളരട്ടെ എന്നിട്ട് നമുക്ക് കായ. നമ്മള് കഴിഞ്ഞ കൊല്ലം വെച്ചപ്പോ കണ്ടതാ. അപ്പൊ നമ്മളിപ്പോ ഇളന്തപ്പഴത്തിലും അതുപോലെ ഒരു കായ ഉണ്ടായിരുന്നു. അത് നമ്മൾ കളഞ്ഞില്ല, ഇപ്പൊ പൊട്ടിച്ചെടുത്തു. ഇനിയും കായ ഉണ്ടായി വരാണെങ്കിൽ നമ്മൾ പൊടിച്ചു കളഞ്ഞാൽ മാത്രം കുറച്ചൊന്ന് വളരട്ടെ എന്ന് വിചാരിക്കും. എന്നാലേ ചെടി വളരുള്ളൂ. അതിന് ഉദാഹരണമാണ് ഇത്. ഇപ്പൊ നമ്മൾ അതുപോലെ ഒരു ഓൾ സീസൺ മാവ് അവിടെ വെച്ചിട്ടുണ്ട്. അതിനും ഇതുപോലെ പൂക്കളും കൊലയൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ ഒടിച്ച് കളഞ്ഞില്ല, അത് കാരണം അത് വളർന്നില്ല. ഇപ്പൊ നമ്മളുടെ മറ്റൊരു ചാമ്പയാണിത്. അപ്പൊ ഈ ചാമ്പ നമുക്ക് വെള്ളച്ചാമ്പ ഇവിടെ നിറയെ കായായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ വെള്ളച്ചാമ്പയിൽ നിറയെ കായ്കളുണ്ട് കേട്ടോ. ഇത് എന്താ കറയെ പൂത്തിട്ടുണ്ട്. നമ്മളിപ്പോ വെച്ചിട്ട് കഴിഞ്ഞ കൊല്ലം വെച്ചതാ. ഈ കൊല്ലമൊക്കെ ഞങ്ങൾ ഇന്ന് കാലത്താണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. നിറയെ പൂത്തിട്ടുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ നമുക്ക് ഇതിനും ഇതുപോലെ ഫിഷ് അമിനോ ആസിഡൊക്കെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഗുണമാണ്. നന്നായിട്ട് ചെടിയും വളരും. അപ്പൊ നമ്മളുടെ ഈ ചാമ്പ ഇതിന്റെ കളറ് എന്തോ അന്ന് പറഞ്ഞിരുന്നു, നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചാമ്പങ്ങ ഉണ്ടായി കിട്ടി കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്ത് കളറാണ്. ഇത് ഇപ്പോൾ 1.5 വർഷമായിട്ടുള്ളൂ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ നിറച്ചുണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പൂത്ത് കിട്ടി കഴിയുമ്പോൾ നോക്കാം. ചിലർ 10 കൊല്ലമായി ചാമ്പ കാച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. നമ്മളിത് നല്ല വെയിലും കാര്യങ്ങളും അതുപോലെ വളവും ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും കായ്ച്ചു കിട്ടും. ഇതൊക്കെ ബഡ് തൈകളാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് 1 കൊല്ലം നമ്മൾ 1.5 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ കാഴ്ച കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ആ ചാമ്പ നമ്മളുടെ കമ്പ് കുത്തിയതാ. ഇത് ഈ വൈറ്റ് ചാമ്പ. പച്ചക്കറികൾക്ക് നല്ലൊരു ജൈവവളം എന്നതിന് പുറമെ വീടുകളിലെ മത്സ്യ മാലിന്യം ഒഴിവാക്കാനും നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. പച്ചക്കറികൾ, പൂച്ചെടികൾ, പഴച്ചെടികൾ എന്നിവയ്ക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാം. 4 ഇല പരുവം മുതൽ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കാം. 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ സപ്പോട്ട ചെടി കണ്ടോ, ഇതിൻ്റെ കൊമ്പിൽ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്തതാണ്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്രയ്ക്കും നല്ല റിസൾട്ടുള്ള സംഭവമാണ്. ഫിഷ് അമിനോ ആസിഡ് ഉൽപ്പാദന വർധനവ് മാത്രമല്ല നമുക്ക് തരുന്നത്, ഗുണമേന്മയുള്ള നല്ല രുചിയുള്ള ഫലങ്ങൾ തരാൻ കൂടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ എന്തായാലും ശിവൻ ചേട്ടൻ ആ പൂക്കളിൽ ഒന്ന് ഫിഷ് അമിനോ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്യുവാണ്. നമ്മുടെ മാവ് പൂത്ത് കേട്ടോ. ഇതിന് നമ്മൾ ഒരു വളം ചെയ്തായിരുന്നു. അത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ആയിട്ട് ഇടുകയും ചെയ്തു. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.